അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വാക്യ ആദ്യത്തെ 50 ആയത്താണല്ലോ അല്ലേ ഓതിയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഖുർആനിൽ ഓതുമ്പോൾ ഇത്ര വലുതായിട്ട് കാണൂല എന്ന് തോന്നി, നിങ്ങൾക്കും കാണണമെങ്കിൽ. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് വലുതാക്കി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ഒന്ന് കൂട്ടത്തിൽ തന്നെ നോക്കി ഓതണമെങ്കിൽ ഓതാ, കേൾക്കാണ്ട നോക്കി ഓതണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നല്ലത് ഇതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഖുർആൻ്റെ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് ഇത് പിന്നെ ആയത്തും അർത്ഥങ്ങളും ഒരു ഇതുള്ളത്, ഒന്ന് ഖുർആൻ ഓതാനും മാത്രമുള്ളത്. പിന്നെ ഞാൻ ആദ്യത്തെ 50 ആയത്ത് അർത്ഥം പറഞ്ഞിട്ടില്ലേ, അത് ഓരോ വേർഡ്സ് ബൈ മീനിങ്ങും ഡീറ്റെയിലും പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് രണ്ടാമത് അർത്ഥം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓതിയില്ലെങ്കിൽ നമുക്ക് ആ ഓത്തിൻ്റെ ഫ്ലോ കിട്ടില്ല. അപ്പോൾ ഓരോ ആയത്തും ഓതിയിട്ട് നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ നമ്മൾ ഓതുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് ഖുർആനും ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ, ആ രീതി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്നായിട്ട് ഓതിയിട്ട് പിന്നെ ഫസ്റ്റ് അങ്ങനെ അർത്ഥം പറയുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയുക, തെറ്റുണ്ടെങ്കിൽ പറയുക. എല്ലാ ഡീറ്റെയിലും ഞാൻ പിന്നെ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കാണാം, അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇനി ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون
رزقهم أنكم تكذبون ولولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون ولولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. അപ്പോൾ നമ്മൾ വാക്യ സൂറത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി നോക്കാം കേട്ടോ. ഇങ്ങനെ ഓതിയാൽ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓതി അർത്ഥം പറയണ്ടെങ്കിൽ അങ്ങനെയും ഓത്ത് മാത്രം ആക്കാം കേട്ടോ. നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ അർത്ഥം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ ഓതിയത് എൻ്റെ കുറച്ച് തൊണ്ടക്ക് പ്രശ്നമുണ്ട്, ചുമയുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട്. പിന്നെ സ്പീഡ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതും പറയണം. ഞാൻ പിന്നെ ഓരോങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധക്കുറവും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ വീട്ടിലാവുമ്പോൾ മക്കളെ സൗണ്ടും ഇതാവുമ്പോൾ ഫ്രീ ആയിട്ടൊന്നും ഓതാൻ കഴിയുന്നില്ല. അപ്പോൾ പുലർച്ചെ ഓതുമ്പോഴാകുമ്പോൾ ടൈം ഒരുപാടായി പോകുന്നു. പിന്നെ അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിനി അർത്ഥം പറയാമല്ലേ, കുറേ നീട്ടി പോകണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ 50-ാമത്തെ അവിടെ വരെ 51 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പം എന്നിട്ട് ഹേ സത്യനിഷേധികളായ നിർമാർഗികളെ, തീർച്ചയായും നിങ്ങൾ ഒരു വൃക്ഷത്തിൽ നിന്ന്, അതായത് സഖൂമിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. ഫമാലിഊന മിൻഹൽ ബുതൂൻ, അങ്ങനെ അതിൽ നിന്ന് വയറുകൾ നിറക്കുന്നവരും. വശാരിബൂന അലൈഹി മിനൽ ഹമീം, അതിൻ്റെ മീതെ തിളച്ചു പൊള്ളുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവരുമാകുന്നു. നമ്മളിത് നരകവാസികളെ പറ്റിയാണല്ലോ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് കേട്ടോ തുടരുന്നതും. ഫശാരിബൂന ശുർബൽ ഹീം, അങ്ങനെ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കുന്നവരാകുന്നു. യൗമദ്ദീൻ, ഇതായിരിക്കും പ്രതിഫലത്തിൻ്റെ നാളിൽ അവർക്കുള്ള സൽക്കാരം. നമ്മൾ ഈ ലോകത്ത് സുഖിച്ച് ജീവിച്ചവർക്കുള്ള സൽക്കാരം ഇങ്ങനെയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ നിങ്ങൾ എന്താണ് എൻ്റെ സന്ദേശങ്ങളെ സത്യമായി അംഗീകരിക്കാത്തത് എന്താണ്? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നതാണ് അല്ലാഹു. അഫറഅയ്തും മാ തുംനൂൻ, അപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അത് സൃഷ്ടിച്ചുണ്ടാക്കുന്നത്, അതല്ല നാമാണോ സൃഷ്ടികർത്താവ്? അല്ലാഹു ചോദിക്കുകയാണ് കേട്ടോ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയിരിക്കുന്നു, നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടുന്നവനല്ല. അലാ നുബദ്ദില അംസാലകും വനുൻശിയകും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് പകരം നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ടുവരികയും നിങ്ങൾക്ക് അറിവില്ലാത്ത വിധത്തിൽ നിങ്ങളെ വീണ്ടും സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ
ഞാൻ ഒരിക്കലും തോൽപ്പിക്കപ്പെടുന്നവനല്ല എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ആദ്യ തവണ സൃഷ്ടിക്കപ്പെട്ടതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ച് നോക്കുന്നില്ല? അഫറഅയ്തും മാ തഹ്റസൂൻ. എന്നാൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നുൽ സാരിഊൻ. നിങ്ങളാണോ അത് മുളപ്പിച്ച് വളർത്തുന്നത്, അതല്ല നാം ആണോ അത് മുളപ്പിച്ച് വളർത്തുന്നവൻ? ലൗ നശാഉ ലജഅൽനാഹു തൂമൻ ഫളൽതും തഫക്കഹൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് വിള നാം തുരുമ്പാക്കി തീർക്കുമായിരുന്നു, അപ്പോൾ നിങ്ങൾ അതിശയപ്പെട്ടു പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇന്നാ ലമുഗ്റമൂൻ തീർച്ചയായും ഞങ്ങൾ കടബാധിതർ തന്നെയാകുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ. അല്ല, ഞങ്ങൾ ഉപജീവനമാർഗം തടയപ്പെട്ടവരാകുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല നാം ആണോ ഇറക്കിയവൻ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു, എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ്? അപ്പോൾ പഠിച്ചാൽ നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. നിങ്ങൾ ഉരസി കത്തിക്കുന്നതായ തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. നിങ്ങളാണോ അതിൻ്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്, അതല്ല നാം ആണോ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ? അപ്പോൾ 50-ന് ശേഷമുള്ള ആയത്തിലൊക്കെ ഒരുവിധം അള്ളാഹു നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അതുവരെയുള്ള നമ്മളെ സ്വർഗ്ഗവാസികളെപ്പറ്റും നരകവാസികളെപ്പറ്റിയും അതിലുള്ള ഗുണങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അള്ളാഹു ഓരോ ഇതിനെപ്പറ്റി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ. നാം അതിനെ ഒരു ചിന്താവിഷയമാക്കിയിരിക്കുന്നു, ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യവും. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം. ആകയാൽ നിന്റെ മഹാനായ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. അല്ല, നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനങ്ങളെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം. തീർച്ചയായും നിങ്ങൾക്കറിയാമെങ്കിൽ അതൊരു വമ്പിച്ച സത്യം തന്നെയാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായും ഇത് ആദരണീയമായ ഒരു ഖുർആൻ തന്നെയാകുന്നു. ഖുർആൻ ഒരു വമ്പിച്ച സത്യം തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇതൊരു ആദരണീയമായ ബുക്ക് തന്നെയാണെന്ന് പറയാണ് ഖുർആനെ പറ്റി. ഫീ കിതാബിൻ മക്നൂൻ. ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു രേഖയിലാകുന്നു അത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. സോറി, ഞാൻ നേരത്തെ തെറ്റിപ്പോയി. ഇവിടെ മുതഹ്ഹറൂൻ 2 തോയില്ല. ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഖുർആൻ തൊടുമ്പം ഉളു എടുക്കണമല്ലോ അല്ലേ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിക്കപ്പെട്ടതത്രേ അത്. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. അപ്പോൾ ഈ വർത്തമാനത്തിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ പുറം പൂച്ച് കാണിക്കുന്നത്? വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. സത്യത്തെ നിഷേധിക്കുക എന്നത് നിങ്ങൾ നിങ്ങളുടെ വിഹിതമാക്കുകയാണോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. എന്നാൽ അത് ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാനാകാത്തത്? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ.
നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നാമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ, പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്കെന്തുകൊണ്ട് അത് ജീവൻ മടക്കിയെടുക്കാനാവുന്നില്ല നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. അപ്പോൾ അവൻ മരിച്ചവൻ സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനാണെങ്കിൽ ഫറാഹും റൈഹാനും വജന്നത്തുൻ നഈം. അവന് ആശ്വാസവും ഇഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പും ഉണ്ടായിരിക്കും. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ. എന്നാൽ അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും അവന് ലഭിക്കുന്ന അഭിവാദ്യം. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ. ഇനി അവൻ ദുർമാർഗികളായ സത്യനിഷേധികളിൽപ്പെട്ടവനാണെങ്കിലോ ഫനുസുലും മിൻ ഹമീം. ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരവും തസ്ലിയത്തു ജഹീം. നരകത്തിൽ വെച്ചുള്ള ചുട്ടരിക്കലുമാണ് അവനുള്ളത്. നരകശിക്ഷയെപ്പറ്റി പറയണം. ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. തീർച്ചയായും ആണ് ഉറപ്പുള്ള യാഥാർത്ഥ്യം. വസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ആകയാൽ നീ നിന്റെ മഹാനായ രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തിക്കുക. അപ്പോൾ നരകത്തെപ്പറ്റിയും സ്വർഗത്തെപ്പറ്റിയും അതിൻ്റെ ശിക്ഷകളെപ്പറ്റിയൊക്കെ പറയുകയാണ് നമ്മൾ വാക്യയിൽ. ഇനി എന്തെങ്കിലും തെറ്റോ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് തിരുത്താം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ഇത് നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നർത്താണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.